മഹീഷ്, വി ഡി സതീശൻ തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഭാ നേതൃത്വവുമായി വി ഡി സതീശൻ ചർച്ചകൾ നടത്തി. മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ഉറപ്പിച്ചു നിർത്തുകയാണ് UDFന്റെ നീക്കം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിൽ രണ്ട് പ്ലാനുകളാണ് നിലവിൽ CPM-നുള്ളത്. ജോസ് കെ മാണിയുമായി സംസാരിച്ച് ഒപ്പം നിർത്തുന്നതിനാണ് പ്രഥമ പരിഗണന. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവന്റെ നേതൃത്വത്തിലാണ് നീക്കം. ശബരിമലയിൽ നിന്ന് വൈകിട്ട് തിരിച്ചെത്തുന്ന VN വാസവൻ ജോസ് കെ മാണിയെ കണ്ടേക്കും. കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തി ഒരു വിഭാഗത്തെ LDF-ൽ നിർത്തുകയാണ് പ്ലാൻ ബി. റോഷി അഗസ്റ്റിനോട് സംസാരിക്കാൻ മുഖ്യമന്ത്രിയെ CPM ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റാഹിസ് റഷീദുണ്ട്. റാഹിസ് റഷീദ് 11:30 ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും. അത് നിലവിലുള്ള ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമമിടാൻ വേണ്ടിയാണ് എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഈ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ CPM പ്രതീക്ഷിക്കുന്നത് ജോസ് കെ മാണിയോ ജോസ് കെ മാണിയോടൊപ്പം ഒരുപക്ഷെ സെബാസ്റ്റ്യൻ കളത്തിങ്കലോ അതല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലും ജോബ് മൈക്കിളോ പോയേക്കാം. പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും ഈ LDF-ൽ തന്നെ ഉറച്ചു നിൽക്കും. N ജയരാജന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ ചെയർമാനോടൊപ്പം പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പ്ലാൻ ബി ജോസ് കെ മാണി പോയാൽ പോലും റോഷിയോടൊപ്പം നിൽക്കുന്നവരെയും നിലനിർത്തുക. കാര്യം സംഘടനയിൽ ജോസ് കെ മാണി നേതാവാണെങ്കിൽ പോലും സംഘടനാപരമായ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് റോഷി അഗസ്റ്റിനാണ്. ജില്ലാ നേതാക്കളുമായി റോഷി അഗസ്റ്റിനോടുള്ള പരിചയവും അടുപ്പവും തുണയാകുമെന്നുകൂടി CPM കണക്കാക്കുന്നു. അങ്ങനെ രണ്ട് പ്ലാനുകളുണ്ട്. ഒന്ന്, അവസാനഘട്ടം വരെ അതിന്റെ നീക്കം. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ജോസ് കെ മാണി അഭ്യൂഹം തള്ളും. രണ്ടാമത്തത്, നിലവിൽ പ്ലാൻ ബി കൂടി മുന്നിലുണ്ടാവും, അല്ലേ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. 11:30 ജോസ് കെ മാണി മാധ്യമങ്ങളോട് കാണുമ്പോൾ പറയാൻ പോകുന്ന കാര്യം LDF-ൽ ഉറച്ചു നിൽക്കും എന്ന നിലപാട് തന്നെയായിരിക്കും പരസ്യമായി ജോസ് കെ മാണി പറയാൻ പോവുക. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും മിനിഞ്ഞാന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയതും ചെയ്ത സമാനമായ കാര്യം തന്നെയായിരിക്കും മാധ്യമങ്ങളോട് പറയുക. അതല്ലാതെ 11:30 വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങൾ LDF വിട്ട് UDF-ലേക്ക് പോവുകയാണ് എന്ന തരത്തിലോ എന്ന സൂചന പോലും നൽകുന്ന വാക്കുപോലും ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്ന മറ്റന്നാളിന് മുമ്പായി അക്കാര്യത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പായി നേതാക്കളെ കണ്ട് സംസാരിച്ച് പാർട്ടിക്കകത്തൊരു ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ജോസ് കെ മാണി ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ വൈകിട്ടും കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ ജോസ് കെ മാണി ക്യാമ്പ് നൽകിയ ഉറപ്പ് പാർട്ടി ഒന്നാകെ വരും, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് നടക്കും, അത് പാർട്ടി എന്ന നിലയിൽ നടക്കും, ഒപ്പം സാമുദായിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും നടക്കും എന്ന ഉറപ്പാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി 11:30 LDF-ൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ പോലും എന്നല്ല, അങ്ങനെയായിരിക്കും ജോസ് കെ മാണി പറയാൻ പോവുക. അതിൽ മറ്റൊരു അത്ഭുതത്തിനും കാര്യമില്ല. പാരലായി നടക്കുന്ന ചർച്ചകൾ മുന്നോട്ട് പോകും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. മറ്റൊന്ന്, ജോസ് കെ മാണി മുന്നണി വിടും എന്നത് ഏതാണ്ട് LDF നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ കഴിഞ്ഞകാല ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ വെച്ച് അവർ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. എങ്കിൽ പോലും ജോസ് കെ മാണി പരസ്യമായി മുന്നണിക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കുന്നു എന്ന തോന്നൽ പുറത്ത് ഉണ്ടാക്കുകയുമില്ല. രണ്ട് പ്ലാനാണ് CPM-ന്റെ മുന്നിലുള്ളത്. ഒന്ന്, ജോസ് കെ മാണിയെ LDF-ൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക. ജോസ് കെ മാണിയെ LDF-ലേക്ക് കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേവസ്വം മന്ത്രിയും കോട്ടയംകാരനുമായ VN വാസവനായിരിക്കും ഇക്കാര്യത്തിൽ CPIM-ന് വേണ്ടി ദൗത്യം നടത്തുക. ഇപ്പോൾ മണ്ഡലകാലവുമായി മകരവിളക്കുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തുള്ള VN വാസവൻ ഇന്ന് തന്നെ തിരിച്ച് വൈകിട്ട് ഇറങ്ങിയിട്ട് ജോസ് കെ മാണിയെ കാണാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുന്നുണ്ട്. പാരലായി തന്നെ ജോസ് കെ മാണി മുന്നണി വിടുകയാണെങ്കിൽ ആ കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തി റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും ഒപ്പം സംസ്ഥാന ഭാരവാഹികൾ ഏതെങ്കിലും ഇടുക്കി ജില്ലാ കമ്മിറ്റിയൊക്കെ സ്വാഭാവികമായും റോഷി അഗസ്റ്റിനൊപ്പം നിൽക്കുമെന്നാണ് CPM കരുതുന്നത്. അവരെയും കൂടി ഒപ്പം നിർത്തി മുന്നണി ആ പാർട്ടി പിളർത്തി ഒരു വിഭാഗത്തെ ഞങ്ങൾക്കൊപ്പം നിർത്തി എന്നതിനുള്ള